ഹായ് ഓൾ അസ്സാം വലൈക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഇന്നൊരു ചെറിയൊരു മിനി വ്ളോഗാട്ടോ. നമ്മളൊരു കൊടുവള്ളി യാത്രൻ്റെ ചെറിയ കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ ഞങ്ങൾ കൊടുവള്ളിയിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഷാഹിദ് കൊടുവള്ളീൻ്റെ വീട്ടിൽ കേട്ടോ. ഷാഹിദ് കൊടുവള്ളി എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർക്കെങ്കിലും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഷാഹിദിൻ്റെ വീട്ടിൽ പോകുമ്പോൾ വണ്ടിക്ക് ചെറിയൊരു ദാഹം. അപ്പോൾ വണ്ടിയുടെ ദാഹം മാറ്റാൻ വേണ്ടി ഞങ്ങൾ പെട്രോൾ പമ്പിൽ കയറി അവിടെ നിന്ന് എണ്ണയൊക്കെ അടിച്ച്. പിന്നെ നമ്മളെ കൂട്ടത്തിൽ വേറെ രണ്ടാൾക്കാരും കൂടി ഉണ്ട് കേട്ടോ. നമ്മളെ ദീപികയും സിബുവേട്ടനുണ്ട്. നമ്മൾക്ക് താനൂർ പോയിട്ട് അവരെ പിക്ക് ചെയ്യാനുണ്ടായിരുന്നു. നേരത്തെ ഇറങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾക്ക് നേരത്തെ ഇറങ്ങാൻ പറ്റിയില്ല. 11 മണിക്ക് ഇറങ്ങാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുമ്പോൾ 12:30 കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് സിബുവേട്ടനും ദീപിക കുളിച്ച് ഫ്രഷ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ പോയി അവരെ പിക്ക് ചെയ്തു. അപ്പം നമ്മളെ പാറക്കുട്ടിയായിരുന്നു ഫസ്റ്റിൽ ഇറങ്ങി വന്നത്. ഞങ്ങളെല്ലാവരും കൂടി വണ്ടിയിൽ കയറി. അപ്പോൾ സിബുവേട്ടൻ ആദ്യമായിട്ടാട്ടോ ഫൈസൽക്ക നമ്മളെ വണ്ടിയിൽ യാത്ര ചെയ്യണം. അപ്പോൾ സിബുവേട്ടൻ്റെ വണ്ടിയിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫൈസൽക്കാൻ്റെ വണ്ടിയിൽ സിബുവേട്ടൻ ആദ്യമായിട്ട് യാത്ര ചെയ്യുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോയി നേരെ ഫൈസൽക്ക് സിബുവേട്ടന് ഭയങ്കര വർത്താനത്തിൽ കേട്ടോ. അപ്പോൾ ബാക്കിൽ നിന്ന് ഞാനും ദീപികയും നല്ല സംസാരത്തിലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഷാഹിദിൻ്റെ വീട്ടിലെത്തി. ഷാഹിദ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പോസിറ്റീവ് എനർജീൻ്റെ ആളാട്ടോ. ഭയങ്കര തമാശയും. അങ്ങനെ ഞങ്ങൾ പോകുമ്പോഴത്തേക്കും അവൻ അവിടെ ബിരിയാണിയൊക്കെ തയ്യാറാക്കിയിട്ട് അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. കൊടുവള്ളി ബിരിയാണി, നമ്മൾ ബിരിയാണി നല്ല ബീഫ് ബിരിയാണിയും ചില്ലിയൊക്കെ ഉണ്ടാക്കി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഷാഹിദിൻ്റെ ഒരു കട ഉണ്ട് അവിടെ കേട്ടോ. സ്പാൻകോ കിഡ് എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ ഡ്രസ്സാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ടൊന്ന് വെറുതെ ഒന്ന് കയറി ഡ്രസ്സൊക്കെ നമ്മൾ നോക്കി. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരു കടയുണ്ടായിരുന്നു ഷാഹിദിൻ്റെ. അപ്പോൾ നമ്മൾ അവിടേക്ക് അവൻ്റെ ഓഫീസായിരുന്നു അവിടെ. അപ്പോൾ നമ്മൾ അവിടെ പോയി അവിടുന്ന് കുറച്ച് നേരം സംസാരിച്ച് നമ്മളൊരു ഒഫീഷ്യൽ കാര്യത്തിന് വേണ്ടി പോയതായിരുന്നു കേട്ടോ. ഇൻഷാല്ല വഴിയെ ഞങ്ങളത് പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുമ്പം 6:30-7 മണിയാവാനായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അങ്ങോട്ട് പോയി ഞങ്ങളൊരു ചായ കുടിച്ചു. അപ്പോൾ ചായക്ക് എന്താ കടിയെന്ന് വെച്ചപ്പോൾ ഞാൻ ഫൈസൽക്കാനോട്ട് പഴംപൊരി ഉണ്ട്, ഉണ്ണിയപ്പം. അപ്പോൾ ഫൈസൽക്ക ഉണ്ണിയപ്പം എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടം കേട്ടോ. അങ്ങനെ ഫൈസൽക്ക ഉണ്ണിയപ്പം മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫൈസൽക്കാക്ക് ഉണ്ണിയപ്പം വാങ്ങിച്ചു കൊടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൊടുവള്ളി ഉണ്ണിയപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിപ്പമുള്ള ഉണ്ണിയപ്പം. അപ്പോൾ ഫൈസൽക്കാണ് ഇത് കൊടുവള്ളി ഉണ്ണിയപ്പം, ഇതാണ് ഇത്ര വലിയ. ഞാൻ പറഞ്ഞത് ഉണ്ണിയപ്പം എന്ന് പറയാൻ പറ്റൂല ഫൈസൽക്ക. അത് വലിയ നല്ല വലിപ്പമുണ്ടായിരുന്നു കേട്ടോ ഉണ്ണിയപ്പത്തിന്. പക്ഷെ അത്ര ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്താ പറയുക, കഴിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചായ കുടിച്ച് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. സിബുവേട്ടനും ദീപികനെ അവിടെ വീട്ടിലേക്ക് കൊണ്ടാക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ അവരെ കൊണ്ടുവിട്ടു. പിന്നെ ഞങ്ങൾ അവിടുന്ന് വരുമ്പോൾ പിന്നെ എന്താ പറയുക, ഞങ്ങൾ വീട്ടിൽ പിന്നെ ഞാൻ ഫൈസൽക്ക് മാത്രമേ ഫുഡ് ഉണ്ടാക്കാൻ പിന്നെ ആരുമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിയിൽ ഫുഡ് വാങ്ങിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫുഡ് വാങ്ങിക്കാൻ കയറിയ വീഡിയോ ആ ടൈമായി പറഞ്ഞാൽ പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ വാങ്ങിച്ച് നേരെ ഞങ്ങളെ വീട്ടിലേക്ക് വന്ന് വീട്ടിൽ വരുമ്പോഴത്തേക്ക് എന്താ പറയുക, നായ്ക്കൾ കോലയിലൊക്കെ കയറിയിട്ട് ആകെ നാശാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അന്ന് ക്ലീൻ ചെയ്യാൻ നിന്നില്ല, രാവിലത്തേക്ക് വെച്ചു. പിന്നെ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും.